സാധാരണഗതിയിൽ ലോകത്തിൽ തന്നെ വിമാനാപകടങ്ങൾ കുറഞ്ഞു വരികയാണ്. നമ്മളധികം അങ്ങനെ കേൾക്കുന്നില്ല. അത്യപൂർവമായാണ് എവിടെയെങ്കിലും ഒരു വിമാനാപകടം നമ്മൾ കേൾക്കുന്നത്. വിമാനാപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളവുമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്നലെ നമ്മുടെ രാജ്യത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വലിയ വിമാനാപകടം നടന്നിട്ടുള്ളത്. അതിൽ ഒരാളാണ് രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു അല്ലേ? ഒരാൾ മാത്രം രക്ഷപ്പെട്ടതായിട്ടാണ് വാർത്ത. ബാക്കി എല്ലാവരും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടുകാരുമുണ്ട്. നമ്മുടെ നാട് എന്ന് മാത്രമല്ല, ആർക്ക് ദുരന്തം സംഭവിച്ചാലും അത് വേദനാജനകമാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പര്യടന പരിപാടിയിൽ തന്നെ മൗനം ആചരിച്ച ശേഷമാണ്, അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമാണ് ഞങ്ങളുടെ യോഗങ്ങൾ ആരംഭിച്ചത്. അത് നമ്മുടെ നാടിൻ്റെ വേദനയാണ്. ആ വിയോഗത്തിൽ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനാവുക അതാണ്. മരിച്ചവരോടൊപ്പം അവരുടെ ബന്ധുമിത്രാദികളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കാളികളാവുക എന്നതാണ്. അതോടൊപ്പം ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും സമഗ്രമായ പരിശോധനയും അന്വേഷണവും നടത്തേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു യാത്രാമാർഗമാണ് ആയാണ് വ്യോമഗതാഗതം കണക്കാക്കപ്പെടുന്നത്. കാരണം അത്രമാത്രം പരിശോധനകളും മുൻകരുതലുകളും എല്ലാം എടുത്ത ശേഷമാണ് ഒരു വിമാനം പുറപ്പെടുക. അതുകൊണ്ട് തന്നെ അപകടവും അത്യപൂർവമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാനിപ്പം മുൻവിധികളിലേക്കൊന്നും പോകുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടക്കണം, കാരണങ്ങൾ കണ്ടെത്തണം, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണം. അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക.